ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഒറ്റവാക്കിൽ ഇറാൻ എന്ന് പറയാൻ വരട്ടെ. കാരണം ഇറാനേക്കാൾ വലിയ, ഇറാനേക്കാൾ അപകടകാരിയായ ഒരു പുതിയ ശത്രു ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വരെ ഈ ശത്രുവിന്റെ സ്വാധീന വലയത്തിലാണ് എന്നതാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന ആരോപണങ്ങൾ. ഇസ്രയേൽ രാഷ്ട്രീയത്തെയും ലോകത്തെയും ഒരുപോലെ പിടിച്ചു കുലുക്കുന്ന ഒരു വമ്പൻ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്ത. മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ആണ് ഇസ്രയേലിനെ ഞെട്ടിച്ച ഈ പുതിയ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് പരസ്യമായി പറയുന്ന ശത്രുവാണെങ്കിൽ അതിനേക്കാൾ വലിയ ചതിയും അപകടവും നിറഞ്ഞ തന്ത്രങ്ങളുമായാണ് ഖത്തർ നീങ്ങുന്നത് എന്നാണ് ബെനറ്റിന്റെ ആരോപണം. താൻ അധികാരത്തിൽ വന്നാൽ ഖത്തറിനെ ഇസ്രയേലിന്റെ ഔദ്യോഗിക ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇതിൽ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഇതൊന്നും തന്നെയല്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് പോലും ഖത്തറിന്റെ കറുത്ത കൈകൾ നീണ്ടിട്ടുണ്ട് എന്നാണ് ബെനറ്റ് ആരോപിക്കുന്നത്. നെതന്യാഹുവിന്റെ വിശ്വസ്തരായ ചില സഹായികൾ ഖത്തറിനായി പ്രവർത്തിച്ചുവെന്ന ഖത്തർ ഗേറ്റ് വിവാദമാണ് ഇപ്പോൾ ഇസ്രയേലിനെ പിടിച്ചു കുലുക്കുന്നത്. ഇതോടെ നെതന്യാഹുവിന്റെ ഓഫീസും വലിയൊരു സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്വാധീനമുള്ള പ്രമുഖരും വരെ ഖത്തറിന്റെ ശമ്പള പട്ടികയിൽ ഉണ്ടായേക്കാമെന്ന ബെനറ്റിന്റെ വാക്കുകൾ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിനെ വെല്ലുന്നതാണ്. മാത്രമല്ല, ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ചോരപ്പുഴ ഒഴുക്കിയ ഹമാസ് ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തിച്ചു നൽകിയത് ഖത്തറാണെന്ന് ബെനറ്റ് തുറന്നടിക്കുന്നു. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, മറുവശത്ത് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഖത്തർ. ഖത്തർ ഭരണകൂടത്തിന്റെ ഉടമസ്ഥയിലുള്ള അൽ ജസീറ ചാനൽ ലോകമെമ്പാടും നടത്തുന്ന കുപ്രചാരണങ്ങളും അവരുടെ ഇസ്രയേൽ ഇന്ത്യ വിരുദ്ധ അജണ്ടകളും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, മറുവശത്ത് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഖത്തർ. ഖത്തർ ഭരണകൂടത്തിന്റെ ഉടമസ്ഥയിലുള്ള അൽ ജസീറ ചാനൽ ലോകമെമ്പാടും നടത്തുന്ന കുപ്രചാരണങ്ങളും അവരുടെ ഇസ്രയേൽ വിരുദ്ധ ഇന്ത്യ വിരുദ്ധ അജണ്ടകളും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അമേരിക്കൻ സർവകലാശാലകളിൽ പോലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഖത്തർ വൻതോതിൽ പണമൊഴുക്കുന്നുണ്ട്. ഈജിപ്ത് അതിർത്തി വഴി മാരകായുധങ്ങളും ഡ്രോണുകളും കടത്തിക്കൊണ്ടുവന്ന് ഹമാസിനെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന് പിന്നിലും ഈ അദൃശ്യ കരങ്ങളുണ്ടെന്ന് ബെനറ്റ് ആരോപിക്കുന്നു. ഈ വെളിപ്പെടുത്തലുകൾ വെറുമൊരു ആരോപണം മാത്രമല്ല, ഇസ്രയേൽ രാഷ്ട്രീയത്തിലെ വമ്പൻ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കം കൂടിയായി കരുതപ്പെടുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ബെനറ്റിന്റെ പ്രധാന ലക്ഷ്യം. അതിനായി പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡുമായും ചേർന്ന് ഒരു വിശാല സഖ്യം രൂപീകരിക്കാനും അദ്ദേഹം തയ്യാറെടുക്കുന്നു. ഗസയിൽ ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ അവർക്ക് യാതൊരു ഇളവുകളും നൽകരുതെന്ന കർശന നിലപാടിലാണ് ബെനറ്റ്. ഖത്തറിനെതിരെ ബെനറ്റ് ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കള്ളപ്രചാരണങ്ങളാണെന്ന് അമേരിക്കയിലെ ഖത്തർ എംബസി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ചതിയുടെ വിത്തുകൾ ഇസ്രയേൽ ഭരണകൂടത്തിൽ ഉണ്ടെന്ന സംശയം ജനങ്ങളിൽ പടർത്താൻ ബെനറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. ബാഹ്യ ശത്രുക്കളെ നേരിടാൻ ഇസ്രയേലിനറിയാം. എന്നാൽ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ ശത്രുക്കളുമായി രഹസ്യ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സുരക്ഷാ വീഴ്ച വേറെയില്ല. ഖത്തറിന്റെ ഈ അദൃശ്യമായ ഭീകരവാദ ഫണ്ടിങ്ങും നുഴഞ്ഞുകയറ്റവും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയാണ്. നെതന്യാഹുവിന്റെ മുകളിൽ വീണ ഈ സംശയ നിഴൽ വരും നാളുകളിൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഇസ്രയേലിന്റെ ശത്രുക്കൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ശത്രുക്കൾ സന്തോഷിക്കേണ്ടതില്ല. കാരണം പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലുള്ളത്. ഇസ്രയേൽ കൂടുതൽ അപകടകാരിയാകുന്നത് തടയണമെങ്കിൽ നെതന്യാഹുവിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികേടിലാണ് ഇസ്രയേലിന്റെ ശത്രുക്കൾ. ന്യൂസ് ഡെസ്ക് മലയാളം.